ആഘോഷം നടത്താൻ സ്വഹീഹ ഹദീസ് ഒന്നും വേണ്ട. ഇന്ന് ഉച്ചക്ക് ഒരു ആലിം എന്നോട് ചോദിച്ചു, റഹ്മാനി നബിദിനാഘോഷം നടത്താൻ സ്വഹീഹായ ഹദീസ് വേണ്ടല്ലോ, സ്വഹീഹ ഒരു കൽബുണ്ടായ പോരെയെന്ന് വെച്ച്. എനിക്ക് ആ വർത്താനം വല്ലാതെ പിടിച്ചു. ഇത് സ്വഹീഹായ കൽബില്ലെങ്കിൽ സ്വഹീഹ ഹദീസ് ഉണ്ടായിട്ടും കാര്യമില്ല. മുഹമ്മദ് എന്നുള്ള പേരിന്റെ പൊരുൾ പഠിച്ചാൽ ഈ പരിപാടിയൊക്കെ നടത്തും. അതില്ലാത്തവർക്ക് തലയും ചൊറിഞ്ഞ് പശ ഒട്ടിച്ച് അങ്ങനെ നേരം കളയാ. അതന്നെ പോണേക്ക് പോട്ടെ, നമ്മളത് ഈ കൈ വിളിച്ചിട്ടുണ്ട. ഞാനതൊക്കെ നിർത്തിച്ചിട്ടുണ്ട്. ഖുർആൻ ആകുന്നത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധാരാളം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്. അതിന് പുറമെ അള്ളാഹ് ഇറക്കിയ ആദ്യത്തെ ആയത്തന്നെ ഇഖ്റ, പാരായണം ചെയ്യണമെന്നാണ്. ആ ഖുർആന് പേരിട്ടത് അള്ളയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടതും അള്ള തന്നെയാണ്. അബ്ദുൽ മുത്തലിബ് അല്ല, കരിന്നുണയാണ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹു തആല തോന്നിപ്പിച്ചതാണ്. ഈ പേര് നേരത്തെ അഭൗമിക ലോകത്ത് അറിയപ്പെട്ട പേരാണ്, ഉപരിലോകത്ത് പബ്ലിസിറ്റി ചെയ്യപ്പെട്ട പേരാണ്. അതിന്റെ അർത്ഥം തന്നെ ധാരാളം മൗലിദ് ചെല്ലപ്പെടേണ്ട ആള് എന്നാണ്. ഇനി മൗലിദ് ചെല്ലണമെന്ന് വെച്ചാൽ ഓൻ ഈ പേരിന്റെ മാന തിരിഞ്ഞിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, ഞാനിത് പച്ചയിൽ മലയാള ഭാഷയിലല്ല നിങ്ങളോട് പറയണത്, ഇത് ലൈവായിട്ട് പോകണ്ടെന്നും എനിക്കറിയാം. എനിക്കെതിരാണെങ്കിലോ ഇപ്പൊ 1-2 ദിവസമായിട്ട് ചില ആൾക്കാർ വല്ല വോയിസിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി അതിന് ഒരു കാരണം ഉണ്ടായപ്പോ ഞാൻ പറയണില്ല. അത് ഞാൻ പറയാം. വിവരക്കേട് പറയുമ്പോ പിന്നൊന്നും നോക്കൂല, എടുത്ത് അങ്ങോട്ട് ട്രോളി പണ്ടാറടക്കും. ഇവിടെ ഇപ്പൊ പറഞ്ഞതും വിവരക്കേടാണ്. ഇവിടെ മുഹമ്മദ് എന്നുള്ള പേരിന്റെ അർത്ഥം മൗലൂദ് ചൊല്ലുന്നവനാണ് എന്നുള്ളത് എവിടുന്ന് ഇയാൾക്ക് കിട്ടിയത്? മറ്റൊന്ന്, ഇയാളിങ്ങനെ വളരെ നീട്ടിക്കുറുക്കി വലിച്ച് പാടിയല്ലോ, അത് ഖുർആനായത്തൊന്നും അല്ല, ഹദീസും അല്ല, മൗലൂദ് ഗ്രന്ഥത്തിലെ പിഴച്ച വാക്കുകളിൽ പെട്ട ഒന്നാണ്. മൗലൂദ് ഗ്രന്ഥത്തിലെ ഒരു വാക്കാണ്. ഇവരിങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞു കേട്ടാൽ ആളുകൾ കരുതും ഇത് പരിശുദ്ധ ഖുർആനിലെ എന്തോ കാര്യപ്പെട്ടൊരു വാക്കാന്ന്. പിന്നെ മൂപ്പരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയണത് ഇതുപോലെ പൊട്ടത്തരം പറഞ്ഞാലേ നേരത്തെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? മൗലൂദ് നടത്താൻ ഇപ്പൊ നമുക്ക് സ്വഹിയായ ഹദീസ് ഒന്നും പോകണ്ടല്ലോ, സ്വഹിയായ മനസ്സ് പോരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്താ കാര്യം? മൗലൂദ് നടത്താൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു കിടക്കുകയാണ് എന്നുള്ളതാണ്. ഇനി പറയട്ടെ, ഏതെങ്കിലുമൊക്കെ വോയിസ് ഒന്ന് കിട്ടിയിട്ട് ഒന്ന് പല പ്രസംഗം തപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അവരൊക്കെ കേൾക്കുന്നു, എനിക്കറിയാം. കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ധാരാളം മൗലിദ് പറയപ്പെടേണ്ട ചൊല്ലപ്പെടേണ്ട ആളെന്ന് അതിന്റെ അർത്ഥം. ഇനി മൗലിദിന് തെളിവുണ്ടോന്ന് വെച്ചാൽ ഈ ഇസ്മിന്റെ മാന, ഈ പേരിന്റെ അർത്ഥം തിരിഞ്ഞില്ല എന്നല്ലേ. ഇസ്മിന്റെ മാന തിരിഞ്ഞില്ല എന്നൊക്കെയാണ്. മൗലൂദ് ഉപജീവനാണ്, ഇവർക്ക് ഉപജീവന മാർഗാണ്. അതുകൊണ്ട് ഇവരിതൊക്കെ പറയും. എന്നാൽ അല്ലാന്റെ റസൂലോ പറഞ്ഞിട്ടില്ല മൗലൂദ് ചെല്ലാനെ. മൗലൂദ് എന്നെ ഉണ്ടായത്? ഹിജ്റ 300 ശേഷം ഉണ്ടായിരുന്നു അവരെന്നെ പറയുന്നില്ലേ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇതാരേ പറഞ്ഞത്? താഴ്വ, ഇവരുടെ അഹ്ലുസുന്നയുടെ ധീരശബ്ദം പടവാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന താഴ്വ പറഞ്ഞതാണ് മൗലൂദ് കഴിക്കുന്നത് അത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാന്ന് പറഞ്ഞത്. 300 വരെയുള്ള സ്വഹാബത്തിനും താബീങ്ങൾക്കും താബീങ്ങൾക്കും അത് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയണ്ടടോ. ഇത്രേ ഉള്ളൂ. പിന്നെ മൗലൂദ് തുടങ്ങിയതാരാ? അതൊരു ഷിയ രാജാവാണ്. മാലിക് മുല്ലഫർ ധീരനായൊരു രാജനാ, ഹിർബർ ഭരിച്ചവനാ വന്ദർമിഷ്ടനാ. മാലിക് മുല്ലഫർ എന്ന് പറയുന്ന ഒരു ഷിയ വിശ്വാസിയായ ഒരു രാജാവാണ് ഇത് തുടങ്ങിയത്. അയാൾ ഫ്രഞ്ചുകാരുടെ തടവറയിൽ കിടന്ന് ചത്തുപോകുവോളം ഇത് പാടിയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഴിച്ചിരുന്നു എന്നുള്ളതാണ്. ഇയാൾ രാജാവായിരുന്ന സമയത്ത് എങ്ങനത്തെയാണ് മൗലൂദ് കഴിച്ചിരുന്നത് അറിയാം നിങ്ങൾക്ക്? മൗലീദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതോ കോഴിയും 10,000. തീറ്റന്നെ തീറ്റ. ആട 5,000 കോഴി 10,000 ഉണ്ടെങ്കിൽ അരി എത്ര വെച്ചിട്ടുണ്ടാവും എന്റെ ചങ്ങായിമാരെ, അല്ലേ? അപ്പോ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥകൾ എന്നുള്ളതാണ്. ഇനി ഇയാള് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് കേട്ടു നോക്കാം. പരമവിഡ്ഢികളെ, നിങ്ങളുടെ പേരോ? ജലീൽ റഹ്മാനി. ഡാഷ് അല്ല, ജലീൽ റഹ്മാനി. ഇനി എന്താ മൗലൂദ്? ഈ പേര് നോക്കിയാ പോരെ. ഖുർആന് പേരിട്ട് അള്ളാഹു തആല ഇഖ്റ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിക്കാണ്. അള്ളാഹു തആല ഖുർആൻ ഓതിയിട്ടില്ല. എന്നാ മുഹമ്മദിന് പേരിട്ട് അള്ളാഹു തആല നിങ്ങൾ പ്രശംസിച്ചോളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞതല്ല, ആ ദൗത്യം ആദ്യം ഏറ്റെടുത്ത അള്ളയാണ്. കേട്ടോളിന്നോണ
وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله عليك يا رسول الله وسلم عليك يا حبيب الله. ഖുർആനിന് ഖുർആൻ എന്ന് പേരിട്ടുകൊണ്ട് പടച്ചവൻ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ്. അള്ളാഹു ഖിറാത്തിൽ പങ്കെടുക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് മുഹമ്മദ് എന്ന് പേരിട്ടുകൊണ്ട് അള്ള മാറി നിൽക്കുകയല്ല. ആ മദ്ഹ് ആദ്യമായി ഏറ്റെടുക്കുന്നത് ഖാലിഖായ റബ്ബാണ്. ഇന്നല്ലാഹ. അപ്പോ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്നാ ആ സ്വലാത്തിന് ഇയാൾ എവിടുന്ന് മൗലൂദ് എന്നുള്ള അർത്ഥം ഉണ്ടാക്കിയത്? അള്ളിയും മലായികത്യങ്ങളും മൗലൂദ് ഇല്ല എന്നല്ലേ ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് പോയി നോക്കാം. അതില് ഇദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. സ്വലാത്തിന് മൗലൂദ് എന്നൊരു അർത്ഥമുണ്ട്. എന്നിട്ട് അള്ളിയും മലായികത്യങ്ങളും റസൂലുള്ളാഹിന്റെ പേരില് മുറിയാത്ത മൗലൂദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഇപ്പൊ ഇയാൾ ഈ പറയണത്. എന്ത് നോണേണ് ഇയാൾ ഈ പറയണത്? ഈ ആയത്തിറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങയുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പൊ റസൂലുള്ള മങ്കൂസ് ചൊല്ലിക്കുന്നാണോ പറഞ്ഞത്? മങ്കൂസ് എല്ലാനാണോ, ബദർ മൗലൂദ് എല്ലാനാണോ, ഷറഫ് അല്ലനാമി എല്ലാനാണോ, ജാല മുഹമ്മദ് എല്ലാനാണോ, ഏത് മൗലൂദ് എല്ലാനേ പറഞ്ഞത്? കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ് എന്ന് വന്നുകൊണ്ടാണ് റസൂലിന്റെ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നത്. സലാം പറയാൻ സ്വലാത്ത് വരുന്നതിന് മുമ്പ് സലാം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സലാം പറയേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ സലാം പറഞ്ഞും അവർ ശീലിച്ചിരുന്നു. സലാം പറയല് എങ്ങനെയാണെന്നും അത് മടക്കൽ എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എങ്ങനെയാണ് സ്വലാത്ത്, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരുമോ അള്ളാന്റെ ഹബീബെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിമിയ സ്വലാത്ത്. ഈ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന, നമ്മൾ നമസ്കാരത്തിലും അല്ലാതെയും ഒക്കെ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കിയത്. എന്റെ മങ്കൂസ് ചൊല്ലിക്കോളാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഷറഫൽ അനാമോ ജഅല മുഹമ്മദോ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു നോണ മൗലൂദ് ഇതൊന്ന് ചൊല്ലിക്കാണി എന്ന് പറയാറുണ്ട്. അവിടെ ഈ ആയത്തിറങ്ങിയത് മൗലൂദ് ചെല്ലാൻ തെളിവാക്കിയ ജലീൽ റഹ്മാനെ, താങ്കൾ ആരെയാണ് പറ്റിക്കുന്നത്? താങ്കൾ ഈ ഉമ്മത്തിനോട് പച്ച കളവല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? ഇതിന്റെ സബബുൻ നുസൂൽ അറിയാനിട്ടല്ലോ നിങ്ങൾ ഈ ഇജ്ജാതി പച്ച നോണ ഈ ഉമ്മത്തിന്റെ ഈ സാധുക്കളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്. ഈ ആയത്തിറങ്ങിയ അടിസ്ഥാനമാക്കിയിട്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ആരെ മൗലൂദ് ചൊല്ലിയത്? സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്വലാത്തല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അനുസരിച്ചല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലേ? ആ സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു. അതല്ലേ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും അയിമ്മത്തിന്റെ ഉലമാക്കളായിട്ടുള്ള ആളുകളൊക്കെ ചൊല്ലിയിട്ടുള്ളത്. നിങ്ങൾ എവിടുന്ന് ഈ ആയത്തിന് മൗലൂദ് തെളിവുണ്ടാക്കിയത്? വല്ലാത്ത ജാതി ഇജ്ജാതി തള്ളുമായിട്ട് നിങ്ങൾ ഈ ഉമ്മത്തിനെ ഇങ്ങനെ പഴപ്പിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.